നമസ്കാരം കൂട്ടുകാരെ. അപ്പോൾ നമ്മളിന്ന് വീണ്ടും തുടങ്ങുന്നത് 8ാം ക്ലാസ്സിൻ്റെ അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്നുള്ള ചാപ്റ്ററിൻ്റെ മറ്റൊരു ഭാഗമാണ്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രഞ്ചുകാരെക്കുറിച്ചും ഡച്ചുകാരെക്കുറിച്ചും പോർച്ചുഗീസുകാരെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ കച്ചവടത്തിന് വേണ്ടി ഇന്ത്യയിലേക്ക് വന്നിട്ട് നമ്മുടെ ഇന്ത്യയുടെ അധികാരം നേടിയെടുത്ത് നമ്മളെ 6 പതിറ്റാണ്ടോളം ഭരിച്ചത് എങ്ങനെയാണ് എന്നുള്ളതാണ് പറയുന്നത്. 1600 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി സ്ഥാപിച്ചിട്ടുള്ളത്. അതെന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഏഷ്യയുമായിട്ടുള്ളൊരു വ്യാപാര ബന്ധത്തിന് വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചിട്ടുള്ളത്. എന്നാണ് സ്ഥാപിച്ചിട്ടുള്ളത്? 1600 സ്ഥാപിച്ചു. അങ്ങനെ ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിട്ടുള്ള ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ്, അദ്ദേഹം അന്നത്തെ മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിൽ നിന്നും ഇന്ത്യയിൽ വ്യാപാരം നടത്തുന്നതിനുള്ള അനുമതി നേടിയെടുത്തു. അങ്ങനെ അദ്ദേഹം നമ്മുടെ ഗുജറാത്തിലെ സൂററ്റിൽ ഒരു ഫാക്ടറി സ്ഥാപിക്കുകയുണ്ടായി. അങ്ങനെ ഈ ഫാക്ടറി സ്ഥാപിച്ചു. അതിനെ തുടർന്ന് മദ്രാസിലും ബോംബെയിലും കൽക്കട്ടയിലും ഒക്കെ അവർ ഇതുപോലെയുള്ള കമ്പനികൾ സ്ഥാപിക്കുകയും ആ പ്രദേശങ്ങളിൽ ആധിപത്യം നേടിയെടുക്കുകയും പിന്നീട് അതിനെ തുടർന്ന് നമ്മുടെ ഭരണത്തിലേക്കും അവർ ഇടപെടാനായിട്ട് തുടങ്ങി. ഒന്നാമത്, ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് നമ്മൾ ഒരുപാട് നാട്ടുരാജ്യങ്ങളായിട്ട് വിഭജിച്ച് കിടക്കുകയായിരുന്നു ഇന്ത്യ. ഹൈദരാബാദ്, കാശ്മീർ, മൈസൂർ, കൊച്ചി, തിരുവിതാംകൂർ അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് നാട്ടുരാജ്യങ്ങളായിട്ട് ഭിന്നിച്ച് കിടക്കുകയായിരുന്നു ഇന്ത്യ. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്ക് പെട്ടെന്ന് തന്നെ ഇന്ത്യയിൽ ആധിപത്യം നേടിയെടുക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത് 1757 പ്ലാസി യുദ്ധത്തോടെയാണ്. ഇനി പ്ലാസി യുദ്ധം ആരൊക്കെ തമ്മിലാണെന്ന് പറയാം. അതായത് ബംഗാളിലെ നവാബ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭരണാധികാരിയായിരുന്ന സിറാജുദ്ദൗളയും ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു ഈ ഒരു യുദ്ധം നടന്നിട്ടുള്ളത്. സിറാജുദ്ദൗളയും അതുപോലെ തന്നെ ബ്രിട്ടീഷ് സൈനിക മേധാവിയായിട്ടുള്ള റോബർട്ട് ക്ലൈവും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യവും തമ്മിലായിരുന്നു യുദ്ധം നടന്നത്. യുദ്ധത്തിൽ സിറാജുദ്ദൗളയുടെ സൈന്യത്തെ ബ്രിട്ടീഷ് കമ്പനിയുടെ സൈന്യം പരാജയപ്പെടുത്തുകയും അങ്ങനെ ബംഗാളിൻ്റെ ഭരണം ആര് പിടിച്ചെടുത്തു? ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ബംഗാളിൻ്റെ ഭരണം പിടിച്ചെടുത്തതോടെ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളും അവരുടെ അധീനതയിൽ കൊണ്ടുവരുന്നതിന് കൂടുതൽ സഹായകമായി മാറി. ബംഗാളിലെ കാർഷിക സമ്പന്നമായിട്ടുള്ള ഒരു നാട്ടുരാജ്യമായിരുന്നു ബംഗാൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഭൂനികുതി ബംഗാൾ പിടിച്ചെടുത്തതോടെ അവിടുത്തെ ഭൂനികുതി ആര് പിരിച്ചെടുക്കാൻ തുടങ്ങി? ബ്രിട്ടീഷുകാർ പിരിച്ചെടുക്കാൻ തുടങ്ങി. ആ നികുതി പണം ഉപയോഗിച്ച് അവരെന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരുടെ അവരുടെ സൈനിക ശക്തി മെച്ചപ്പെടുത്തുകയും അങ്ങനെ മറ്റ് പ്രദേശങ്ങൾ കൂടി കീഴടക്കാനുള്ള പണം അവർ സ്വരൂപിക്കുകയും ചെയ്തു. 1757 പ്ലാസി യുദ്ധം നടന്നത്. ഇനി 1764 ബക്സാർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ബ്രിട്ടീഷ് സൈന്യവും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടുകയും ആ യുദ്ധത്തോടെ ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ പ്രവിശ്യകളിലെ നികുതി പിരിക്കാനുള്ള അവകാശം പൂർണ്ണമായിട്ടും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്വന്തമാക്കി. അതോടെ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം വളരെയധികം ശക്തമായി. മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ, അതുപോലെ തന്നെ അതെവിടത്തെയായിരുന്നു? മുഗൾ ഭരണാധികാരി. ഇനി അവധ് എന്ന് പറയുന്ന അവിടുത്തെ നവാബായിരുന്ന ഷൂജ് ഉദ് ദൗള, ബംഗാളിലെ നവാബായിരുന്ന മിർ കാസിം, ഇവരുടെ സംയുക്ത സൈന്യത്തെ പരാജയപ്പെടുത്തിയാണ് ബക്സാർ യുദ്ധത്തിൽ ആര് വിജയിച്ചിട്ടുള്ളത്? ബ്രിട്ടീഷുകാർ വിജയിച്ചിട്ടുള്ളത്. ഈ രണ്ട് യുദ്ധത്തോടെ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളുടെയും ആധിപത്യം നേടിയെടുക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് നാട്ടുരാജ്യങ്ങളും കമ്പനിയും. അതായത് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ മുഴുവൻ അവർ യുദ്ധങ്ങളിലൂടെയും അവരുടേതായിട്ടുള്ള ചില നയതന്ത്രങ്ങളിലൂടെയുമാണ് ബ്രിട്ടീഷുകാർ കീഴ്പ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്, ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾ തമ്മിൽ യാതൊരുവിധ ഐക്യവും ഉണ്ടായിരുന്നില്ല. അതായത് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങൾ, ഇപ്പം നമ്മുടെ തിരുവിതാംകൂർ, കൊച്ചി, ഇതൊക്കെ ഓരോ നാട്ടുരാജ്യങ്ങളായിരുന്നു. മലബാർ, ഇതൊക്കെ ഓരോ നാട്ടുരാജ്യങ്ങളായിരുന്നു. ഈ നാട്ടുരാജ്യങ്ങൾ ഓരോ രാജ്യത്തെയും കീഴടക്കുന്നതോടെ അവിടുത്തെ നികുതിയും അവിടുത്തെ കാർഷിക ഉൽപ്പന്നങ്ങളും എല്ലാം
ആര് നേടിയെടുക്കുന്നത്? ബ്രിട്ടീഷുകാരാണ് നേടിയെടുക്കുന്നത്. അങ്ങനെ ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട നാട്ടുരാജ്യമായിരുന്നു മൈസൂർ. മൈസൂര് അവിടുത്തെ ഭരണാധികാരിയായിരുന്നു ഹൈദരാലിയും അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ദ ഫേമസ് ടിപ്പു സുൽത്താനും. ഈ മൈസൂർ സേനയെ അല്ലെങ്കിൽ മൈസൂർ സൈന്യത്തെ പരാജയപ്പെടുത്തി അതും ബ്രിട്ടീഷുകാർ കീഴടക്കുകയുണ്ടായി. അങ്ങനെ ഈ മൈസൂർ സൈന്യവും ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്ന മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങളെയാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. ഈ ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ 4 തവണ കമ്പനിയും സൈന്യവും ഏറ്റുമുട്ടുകയും അതിൽ 1700 ഏറ്റുമുട്ടിയിട്ടുണ്ട്. അതായത് 4 തവണ മൈസൂർ സൈന്യവും അതുപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഏറ്റുമുട്ടി. 1782 ഹൈദരാലിയുടെ മരണത്തെ തുടർന്നാണ് ടിപ്പു സുൽത്താൻ അധികാരത്തിൽ വന്നത്. അങ്ങനെ 1799 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ കമ്പനിയുടെ സൈന്യം ടിപ്പു സുൽത്താനെ വധിച്ചു. അതോടെ മൈസൂരും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. ഇനി മറാത്ത രാജ്യവും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങളെയാണ് ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. 3ാം ആംഗ്ലോ മറാത്ത യുദ്ധത്തോടെയാണ് മറാത്ത പ്രദേശങ്ങൾ ബ്രിട്ടീഷ് അധീനതയിലായത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിഖുകാരും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങളെയാണ് ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. ഈ സിഖുകാരുടെ പരാജയത്തോടെ പഞ്ചാബും ആരുടെ അധീനതയിലായി? ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. അങ്ങനെ ഇവർ കീഴടക്കിയ പ്രദേശങ്ങളിലെ പണമായിട്ടും കാർഷിക ഉൽപ്പന്നങ്ങളായിട്ടും അവിടുത്തെ സമ്പത്ത് പരമാവധി ആര് കൈക്കലാക്കി? ബ്രിട്ടീഷുകാർ കൈക്കലാക്കി. അതായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് അവരെന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിച്ചു എന്നറിയോ? കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഇവിടെ നിന്നും അസംസ്കൃത വസ്തുക്കൾ മേടിക്കും, തുച്ഛമായ വിലയ്ക്ക് മേടിച്ചെടുക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും? അവർ ബ്രിട്ടീഷിൽ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ കൊണ്ടുപോയിട്ട് യന്ത്രസഹായത്തോടെ അതൊക്കെ ഓരോ ഉൽപ്പന്നങ്ങളാക്കി കൊണ്ടുവന്നിട്ട് ഇന്ത്യയിൽ തന്നെ എന്താ പറയുക, ഉയർന്ന വിലയിൽ വിൽക്കും. അപ്പം നമ്മളത് വാങ്ങാൻ നിർബന്ധിതരാകും. അത് അവരുടെ കച്ചവട തന്ത്രം. മറ്റൊന്ന് ഉയർന്ന നികുതി. പല പേരുകളിൽ അവർ നികുതി പിരിച്ചു. പിന്നെ യുദ്ധങ്ങൾ നടത്തി. യുദ്ധങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രാജ്യത്തെ സാമ്പത്തിക അവസ്ഥ വളരെയധികം പരിതാപകരമായി മാറും. അപ്പം ഈ മാർഗങ്ങളിലൂടെയൊക്കെയാണ് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ഇന്ത്യയിലെ സമ്പത്ത് പരമാവധി അവർ കൈക്കലാക്കി. അങ്ങനെ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയിട്ടുള്ള ഓരോ നികുതി നയങ്ങളുണ്ട്. അപ്പം അവർ നടപ്പിലാക്കിയ നികുതി നയങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അപ്പോൾ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ നടപ്പിലാക്കിയിട്ടുള്ള നികുതി നയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഇത് ഏതൊക്കെ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ പ്രദേശങ്ങളിലാണ് നടപ്പിലാക്കിയിട്ടുള്ളതെന്ന് വെച്ചാൽ ബംഗാൾ, ബീഹാർ, ഒറീസ ഇവിടങ്ങളിൽ നടപ്പിലാക്കിയിട്ടുള്ളൊരു നികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അല്ലെങ്കിൽ പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ്. ഇതെന്നാണ്? 1793 ഇത് നടപ്പിലാക്കിയിട്ടുള്ള വ്യക്തി ആരാണ്? കോൺവാലിസ് പ്രഭുവാണ്. അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? ഇവിടെ ഭൂ ഉടമകളെ സെമീന്ദാർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചു. അതായത് ബ്രിട്ടീഷുകാരൊരു നികുതി തീരുമാനിച്ചിട്ടുണ്ട്. ഇത് പിരിക്കുന്നത് ആ ഭൂമിയുടെ ഉടമകളായിട്ടുള്ള സെമീന്ദാർമാരായിരുന്നു. പിന്നെ വിളവിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ നിശ്ചിത തുക കർഷകർ നിർബന്ധമായും നികുതിയായിട്ട് നൽകണമായിരുന്നു. വിളവ് കൂടിയോ കുറഞ്ഞോ, ഇനി വിളവ് നശിച്ചു പോയോ, വിളവ് ഉണങ്ങിപ്പോയോ, അതൊന്നും ഒരു പ്രശ്നമല്ല. എന്ത് ചെയ്യണം? അതൊന്നും പരിഗണിക്കാതെ എത്രയാണോ നികുതിയായിട്ട് നിശ്ചയിച്ചിട്ടുള്ള തുക, ആ തുക കൃത്യമായിട്ടും നിർബന്ധമായിട്ടും ആര് അടച്ചിരിക്കണം? ഈ പറയുന്ന കർഷകർ അടച്ചിരിക്കണം. മറ്റൊരു നികുതി വ്യവസ്ഥയാണ് റൈറ്റ് വാരി സമ്പ്രദായം, റൈറ്റ് വാരി സിസ്റ്റം. ഇതെന്നാണ്? 1820 ഇത് ദക്ഷിണേന്ത്യയിലും ഡെക്കാൻ പ്രദേശത്തുമാണ് ഈ ഒരു നികുതി വ്യവസ്ഥ നിലനിന്നിട്ടുള്ളത്. ഇത് നടപ്പിലാക്കിയിട്ടുള്ള വ്യക്തി ആരാണ്? ആ വ്യക്തികൾ ആണ് തോമസ് മൺട്രോയും അലക്സാണ്ടർ റീഡ്. ഇവിടെയും എന്താ ചെയ്തിട്ടുള്ളത്? കർഷകരെ ഭൂമിയുടെ ഉടമകളായിട്ട് പരിഗണിച്ചു. എന്നിട്ട് അവരെന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്നും നേരിട്ട് നികുതി പിരിച്ചു. നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. അടുത്തൊരു
നികുതി വ്യവസ്ഥയാണ് മഹൽവാരി സിസ്റ്റം അല്ലെങ്കിൽ മഹൽവാരി സമ്പ്രദായം. 1822 ഈ ഒരു സിസ്റ്റം നിലനിന്നിട്ടുള്ളത്. ഇത് ഏത് പ്രദേശത്താണ്? ഉത്തരേന്ത്യയിലും മധ്യേന്ത്യയിലും പഞ്ചാബിലും നിലനിന്നിട്ടുള്ള നികുതി വ്യവസ്ഥയാണ് മഹൽവാരി സിസ്റ്റം. അത് നടപ്പിലാക്കിയ വ്യക്തിയാണ് ഹോൾട്ട് മക്കൻസി. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കി നികുതി പിരിച്ചു. ഇനി നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ എന്ത് ചെയ്തു? അവർ വളരെ ഇതായിട്ട് ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. അങ്ങനെ ഈ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്ന്, അവർ ഉയർന്ന നികുതിയാണ് പിരിച്ചിട്ടുള്ളത്. പിന്നെ കർഷകരെ ഭൂവുടമകളായിട്ട് നിശ്ചയിച്ചു, എന്നിട്ട് അവരിൽ നിന്നും നേരിട്ട് നികുതി പിരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ നികുതി പിരിക്കുന്ന ആളുകളായിട്ട് പരിഗണിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് പറയുന്നത്, നികുതി പിരിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ച വരുത്തിയാൽ ആ പ്രദേശം ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കുകയാണ്. പിന്നെ വിളവ് പരിഗണിക്കാതെ, വിളവ് കൂടിയാലോ കുറഞ്ഞാലോ അതൊന്നും പരിഗണിക്കാതെ എന്ത് ചെയ്തിട്ടുണ്ട്? എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും നികുതി എന്ന് പറയുന്നത് കൃത്യമായിട്ട് അടയ്ക്കേണ്ട ഒരവസ്ഥ അവർക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഇത്തരത്തിലൊരു ബ്രിട്ടീഷുകാരുടെ ഈ ഒരു നികുതി സമ്പ്രദായത്തിൻ്റെ ഫലമായിട്ട് കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് കർഷകർ എന്ത് ചെയ്തിട്ടുണ്ട്? മറ്റ് പണമിടപാടുകാരിൽ നിന്നെല്ലാം പൈസ കടം വാങ്ങി നികുതി അടയ്ക്കേണ്ട ഒരു സ്ഥിതി വന്നിട്ടുണ്ട്. അങ്ങനെ കടക്കെണിയിലായി മാറി. അതുപോലെ തന്നെ കർഷകരുടെ എന്ത് കൃഷി ചെയ്യണം എന്നുള്ളത് അതും ബ്രിട്ടീഷുകാർ തീരുമാനിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. അതായത് ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായിട്ടുള്ള നീലം, പരുത്തി തുടങ്ങിയ നാണ്യവിളകളാണ് ഭക്ഷ്യവിളകൾ കൃഷി ചെയ്യുന്നതിനേക്കാൾ അവർ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. കാരണം അവരുടെ അസംസ്കൃത വസ്തുക്കളായിട്ട് അവർക്ക് വേണ്ടിയിരുന്നത് ഈ നീലവും അതുപോലെ തന്നെ പരുത്തിയുമായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ കൃഷി അവർ പ്രോത്സാഹിപ്പിച്ചു. അപ്പം കാർഷിക വിളകൾ കൃഷി ചെയ്യുന്നതിൽ അവർക്ക് എന്ത് പറ്റി? അവർക്ക് ഭക്ഷ്യക്ഷാമത്തിന് കാരണമായി, ഇന്ത്യയിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഈ കാർഷിക മേഖലയിൽ വളർന്നു വന്ന ഈ ഒരു വാണിജ്യവൽക്കരണം കർഷകരെ ചൂഷണം ചെയ്യാൻ പണമിടപാടുകാരെ സഹായിച്ചു. വിളവെടുത്ത് കഴിഞ്ഞാൽ കർഷകർ എന്താ പറയുക, അവർ ആവശ്യപ്പെടുന്ന തുകയല്ല, എത്രയാണോ ബ്രിട്ടീഷ്, അതായത് നീലവും അതുപോലെ തന്നെ പരുത്തിയും കൃഷി ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ കൊടുക്കുന്ന പൈസയല്ലേ അവർക്ക് വാങ്ങാൻ കഴിയുള്ളൂ. അവർക്ക് ആവശ്യപ്പെടാനുള്ള ഒരു ചാൻസ് അവർക്ക് കിട്ടുന്നില്ല. അങ്ങനെ പണമിടപാടുകാരെ സഹായിക്കുന്ന തരത്തിലേക്ക് ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങളും അവരുടെ വാണിജ്യ താല്പര്യങ്ങളും ഇന്ത്യയിലെ കർഷകർക്ക് കൊണ്ടുചെന്നെത്തിച്ച ഒരവസ്ഥയിലായി. ഇങ്ങനെ ഉയർന്ന നിരക്കിലുള്ള നികുതി അടയ്ക്കാൻ കർഷകർ ബുദ്ധിമുട്ടി. അതുപോലെ തന്നെ അവർക്കുണ്ടാകുന്ന ലാഭമോ നഷ്ടമോ പരിഗണിക്കാതെ എന്ത് സംഭവിച്ചാലും നികുതി അടയ്ക്കണം. ഒരു നികുതി ഇളവും അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പറയുന്നത്, കർഷകർക്ക് അപ്പം ഇത്തരത്തിൽ കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? പണമിടപാടുകാരെ ആശ്രയിക്കുമ്പം അവർക്ക് എന്ത് ചെയ്തു വന്നു? അവർ കൂടുതൽ കടക്കെണിയിലാവുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ കടക്കെണിയിൽപ്പെട്ട കർഷകർക്ക് എന്ത് പറ്റി? അവരുടെ കൃഷിഭൂമി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും വന്നു. കർഷകരെ പോലെ ബ്രിട്ടീഷുകാരുടെ ഇത്തരത്തിലുള്ള നയം ഏറ്റവും കൂടുതൽ ദുരിതത്തിലാക്കിയ മറ്റൊരു വിഭാഗമാണ് ആര്? ബ്രിട്ടീഷുകാരുടെ ഇത്തരത്തിലുള്ള നികുതി നയങ്ങൾ കർഷകരെ പോലെ തന്നെ പ്രതികൂലമായി ബാധിച്ച മറ്റൊരു വിഭാഗമായിരുന്നു കൈത്തൊഴിലുകാർ. അവർ എങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ നയം പ്രതികൂലമായി ബാധിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമതായിട്ട് യന്ത്രനിർമ്മിത ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി വിപണിയിൽ കടുത്ത മത്സരമുണ്ടാക്കി. അതായത് ഇവിടെ നിന്നും സാധനങ്ങൾ, അസംസ്കൃത വസ്തുക്കളായിട്ടുള്ള നീലം, പരുത്തി ഇവയൊക്കെ ബ്രിട്ടീഷുകാരുടെ ആവശ്യപ്രകാരം ഇവിടെയുള്ള കർഷകർ കൃഷി ചെയ്തു. ഇങ്ങനെ കൃഷി ചെയ്തിട്ടുള്ള ഈ വസ്തുക്കൾ അവർ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോവുകയും യന്ത്രസഹായത്തോടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് അതിൻ്റെ വിപണിയായിട്ട് ഇന്ത്യയെ തന്നെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. അത് ഇവിടുത്തെ കൈത്തൊഴിലാളികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും ഈ പറയുന്ന യന്ത്രനിർമ്മിത ഉൽപ്പന്നങ്ങളും തമ്മിലുള്ള ഒരു മത്സരത്തിന് കാരണമായി. കൈത്തൊഴിൽ ഉൽപ്പന്നങ്ങളായിട്ടുള്ള പരുത്തി, പട്ട്, കമ്പിളി വസ്ത്രങ്ങൾ, മൺപാത്രങ്ങൾ തുടങ്ങിയവയുടെ വിപണി ഇന്ത്യയിൽ നഷ്ടപ്പെട്ടു. കാരണം ഇതേ ഉൽപ്പന്നങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബ്രിട്ടനിൽ നിന്നും ഇറക്കുമതി ചെയ്യുമ്പോൾ അതൊരു മത്സരം ഉണ്ടാക്കുകയും അതിൻ്റെ ഫലമായിട്ട് കൈത്തൊഴിലാളികളുടെ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ വിപണി നഷ്ടപ്പെടുന്നതിലേക്കും നയിച്ചു. ഈ പറഞ്ഞ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? പരമ്പരാഗത തൊഴിലുകൾ ഉപേക്ഷിക്കാൻ പരമ്പരാഗത തൊഴിലാളികൾ നിർബന്ധിതരായി മാറി.
ഈ രീതിയിലെല്ലാം തന്നെയാണ് ബ്രിട്ടീഷുകാരുടെ നയം കൈത്തൊഴിലാളികളെയും പ്രതികൂലമായി ബാധിച്ചത്.